ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 16 ശ്ലോകം 10. ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. ദക്ഷയാഗം. ശിവനെയും പത്നിയായിട്ടുള്ള തൻ്റെ ഓമന മകളായിട്ടുള്ള സതിയെയും മനഃപൂർവ്വം ക്ഷണിക്കാതെ നടത്തിയ ആ ദക്ഷയാഗം തുടക്കത്തിൽ തന്നെ അലങ്കോലപ്പെട്ടതും ദക്ഷൻ്റെ അംശമുള്ള ഈ ശരീരം കുണഭം എന്നാണ് ദേവി ഭാഗവതത്തിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തനിക്കിനി വേണ്ട എന്നും പറഞ്ഞ് ശിവപത്നിയായിട്ടുള്ള സതി യാഗാഗ്നിയിൽ ദഹിച്ചതും നമ്മൾ കണ്ടു. വിവരമറിഞ്ഞ മഹാദേവൻ കോപിച്ചു. തൻ്റെ ജടയിൽ നിന്നും ഒരു രോമം പിഴുതെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു. ശിവൻ്റെ ഭൂതഗണങ്ങളോടൊപ്പം ദക്ഷയാഗശാലയിൽ വന്നു. അവിടെ ആകെ ശിവനെ നിന്ദിച്ചവരെ മുഴുവനും തക്കതായ ശിക്ഷ കൊടുത്തു. ദക്ഷൻ്റെ യാഗത്തിൻ്റെ യജമാനനായിട്ടുള്ള ദക്ഷൻ്റെ തല യാഗപശുവിൻ്റേതെന്ന പോലെ പിരിച്ചു യാഗാഗ്നിയിലിട്ട് കത്തിച്ചു. പിന്നെ യാഗശാല കത്തിച്ചു. ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ ഓടിപ്പോയി. കുറേ പേരൊക്കെ അഗ്നിയിൽ ദഹിച്ചും പോയി. അതിനുശേഷം കൈലാസത്തിലേക്ക് ബ്രഹ്മാവും മറ്റ് ദേവന്മാരുമൊക്കെ ചെന്നു ദക്ഷനോട് ക്ഷമിക്കണേ, ദക്ഷനെ പുനർജനിപ്പിക്കണേ എന്ന് ശിവനോട് അപേക്ഷിച്ചു. ശിവൻ തനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് പറഞ്ഞ് ആടിൻ്റെ തല വെച്ച് ദക്ഷനെ ജീവിപ്പിച്ചു. ദക്ഷൻ അഹങ്കാരമെല്ലാം അകന്ന് ശിവനെ സ്തുതിച്ചു. ഭഗവാൻ ശ്രീനാരായണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദക്ഷനോട് പറഞ്ഞു, ദക്ഷ, നീ ശിവൻ അത്ര നല്ല ആളല്ല, മഹാവിഷ്ണു നല്ലതാണ്, അങ്ങനെയൊന്നും കരുതാൻ പാടില്ല. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് സൃഷ്ടിയും സ്ഥിതിയും ലയവും നടത്തുന്നത് ഒരേ ശക്തിയാണ്, ചൈതന്യമാണ്. അതിൽ ഭേദബുദ്ധി ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. ഭഗവാൻ ശിവൻ പറഞ്ഞു, കൊച്ചുകുട്ടികൾ അറിവില്ലായ്മ കൊണ്ട് സ്വയം ആപത്ത് വരുത്തി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ എന്ന്. അങ്ങനെ സകലർക്കും ശാന്തിയായി സർവഭൂതങ്ങളിലും ഒന്നായ ഭഗവാനെ അറിയുക എന്ന ഒരു സന്ദേശം എല്ലാവർക്കും ലഭിക്കുകയും ചെയ്തു. വിഷ്ണു ഭഗവാൻ സകലരെയും അനുഗ്രഹിച്ചുകൊണ്ട് മറിഞ്ഞു. കോപവും അഹങ്കാരവും എല്ലാം മാറിയ ദക്ഷൻ ആടിൻ്റെ തല വെച്ചുകൊണ്ട് തന്നെ ആ യജ്ഞം പൂർത്തിയാക്കി ശിവനെ വീണ് നമസ്കരിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്തു. ശ്ലോകം നോക്കാം. ക്രുദ്ധേശമർദ്ദിതമഖ സതു കൃത്തശീർഷോ ദേവ പ്രസാദിതഹരാദധലബ്ധജീവ ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. അർത്ഥം നോക്കാം. സ തു അധ, അനന്തരം അധ പിന്നീട്, സ തു ആ ദക്ഷനാകട്ടെ, ക്രുദ്ധേശമർദ്ദിത മഖ ക്രുദ്ധ ഈശ ക്രുദ്ധനായ ശിവനാൽ അല്ലെങ്കിൽ ശിവൻ്റെ ഗണങ്ങളാൽ വീരഭദ്രനാൽ മർദ്ദിത മഖ ആകെ നശിപ്പിക്കപ്പെട്ട യാഗത്തോടു കൂടിയവനും കൃത്ത ശീർഷ ശിരസ് കൃത്തമായ മുറിച്ച് കളയപ്പെട്ടവനും ആയ ആ ദക്ഷൻ ദേവപ്രസാദിത, അങ്ങനെ ദക്ഷൻ്റെ ശിരസ്സും മുറിച്ച് കളഞ്ഞ് ദക്ഷയാഗശാലയാകെ അലങ്കോലപ്പെട്ടു. അങ്ങനെ ഇരിക്കുകയാണ്. ദേവപ്രസാദിത ഹരാത്, ആ സമയത്ത് കൈലാസത്തിൽ ദേവന്മാരെല്ലാവരും കൂടി ചെന്ന് ശിവനെ പ്രസാദിപ്പിച്ചു. ലബ്ധജീവ, ദക്ഷന് ജീവൻ തിരികെ കിട്ടി. ആടിൻ്റെ തലയാണ് വെച്ചു കൊടുത്തത്. ത്വത്പൂരിത ക്രതുവര, അങ്ങയാൽ പൂർണ്ണമാക്കപ്പെട്ട ഭഗവാൻ വിഷ്ണുവും അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുവല്ലോ, അതാണ് അങ്ങയാൽ പൂരിതമാക്കപ്പെട്ട ത്വത്പൂരിത ക്രതു, അങ്ങയാൽ പൂർണ്ണമാക്കപ്പെട്ട ആ ശ്രേഷ്ഠമായ യജ്ഞത്തോടു കൂടിയവനും ആയി യജ്ഞത്തിൻ്റെ യജമാനനായിട്ടുള്ള ദക്ഷൻ സന്തോഷിച്ചു, ശാന്തനായി, സകല ദോഷങ്ങളും മാറി. പുന ശാന്തിം ആപ, എല്ലാവരും ശാന്തരായി
ദക്ഷനും വേണ്ട പോലെ നല്ല ബുദ്ധിയൊക്കെ തോന്നി ശാന്തനായി. ഹേ പ്രശാന്തികര, അങ്ങനെ കലങ്ങിമറിഞ്ഞ ആ അന്തരീക്ഷം ശാന്തമാക്കിയ അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, മരുത്പുരേശ സ ത്വം പാഹി, അങ്ങനെയുള്ള അങ്ങ് പാഹി, എന്നെയും രക്ഷിക്കണേ ഭഗവാനെ. ബ്രഹ്മാവിൻ്റെ പുത്രനും അതിസമർത്ഥനും എന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള ആളും, പേരുകൊണ്ട് തന്നെ ദക്ഷൻ എന്നതിനാൽ പ്രജാപതിമാരുടെ നേതാവും ആയ ആ ദക്ഷൻ്റെ രോഗങ്ങളായിട്ടുള്ള ദംഭം, ക്രോധം, അഹങ്കാരം അതിനെ ഒക്കെ മാറ്റി അവിടെ നല്ലേ ശാന്തി നൽകിയത്. അതുപോലെ എൻ്റെ വിഷമങ്ങളായിട്ടുള്ള ഈ പല വിധത്തിലുള്ള രോഗങ്ങളും വിഷമങ്ങളും ഒക്കെ അങ്ങ് തന്നെ മാറ്റിത്തന്ന് എനിക്കും ശാന്തി നൽകണേ എന്നാണ് ദശകത്തിൻ്റെ അവസാനം പ്രാർത്ഥന. അങ്ങനെ ഭക്തിപ്രധാനമായിട്ടുള്ള നാരായണീയത്തിൽ ദക്ഷൻ്റെ കഥ അധികമൊന്നും മേൽപ്പത്തൂര് വിസ്തരിച്ചിട്ടില്ല. ഭഗവാൻ എങ്ങനെയാണ് ആ കലങ്ങിമറിഞ്ഞ അന്തരീക്ഷത്തിനെ ശാന്തമാക്കിയത് എന്നത് കാണിക്കാൻ 2 ശ്ലോകം മാത്രം പറഞ്ഞു. അതിനു മുമ്പേ 8 ശ്ലോകങ്ങൾ കൊണ്ട് നാരായണ അവതാരം, ഭഗവാന്റെ അവതാരങ്ങളെയാണ് ഭട്ടതിരിപ്പാട് കൂടുതലായിട്ട് വിവരിച്ചിട്ടുള്ളത്. ആ നാരായണമൂർത്തിയുടെ മഹത്വത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയുകയും ചെയ്തു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള അഹങ്കാരം ഇല്ലാതാക്കുന്ന ഈ ദക്ഷകഥയോടുകൂടി 16-ാമത്തെ ദശകം കഴിയാണ്. 10-ാമത്തെ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ക്രുദ്ധേശമർദ്ദിതമഖ സതുകൃത്തശീർഷോ ദേവാ പ്രസാദിതഹരാദധലബ്ധജീവ ത്വത്പൂരിത ക്രതുവര പുനരാപശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. അങ്ങനെ സതിയുടെയും മൂർത്തിയുടെയും കാര്യം മാത്രമാണ് ദക്ഷപുത്രിമാരിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഉത്താനപാദൻ്റെ മകനായിട്ടുള്ള ധ്രുവൻ്റെ ചരിത്രമാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. മേൽപ്പത്തൂരിൻ്റെ 16-ാമത്തെ ദിവസത്തെ ഭജനയും ഇവിടെ